ഒന്നാമത്തെ പ്രതിമ പറഞ്ഞ കഥ. ഒന്നാമത്തെ സാലഭഞ്ജിക പെട്ടെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അല്ലയോ ഭോജരാജാവേ, അങ്ങ് വലിയ രാജാവാണ്, മഹാനാണ്, പ്രജാവത്സലനാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ അങ്ങിപ്പോൾ ചെയ്യാൻ പോകുന്ന സാഹസത്തെക്കുറിച്ച് വേണ്ടത്ര അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഭോജരാജാവ് ആ പ്രതിമയുടെ നേരെ നോക്കി ഇങ്ങനെ ചോദിച്ചു, അതിനു മുൻപ് പറയൂ, നീ ആരാണ്? മഞ്ജരി എന്നാണ് എന്റെ പേര്. ഞാനും ഈ പടികളിലെ മറ്റു പ്രതിമകളും സിംഹാസനത്തിന്റെ കാവൽക്കാരാണ്. ആവട്ടെ, ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുക എന്നത് വലിയ സാഹസമാണെന്ന് നീ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ്? ഭോജൻ ചോദിച്ചു. അത് ശരി, അങ്ങേക്ക് ഇതേപ്പറ്റി ഒന്നും അറിവില്ല അല്ലേ? സ്വർഗവാസികൾ പോലും ആരാധനയോടും തെല്ല് അസൂയയോടും നോക്കിനിന്ന മഹാസിംഹാസനമാണിത്. വിശ്വവിജയി, രാജാധിരാജൻ, വിരാധിവീരൻ, പണ്ഡിത കുലതിലകം, പ്രജാനാം പ്രിയൻ ശ്രീ വിക്രമാദിത്യ ചക്രവർത്തി വാണരുളിയ സിംഹാസനത്തിലാണ് അങ്ങ് ആരോഹണം ചെയ്യാൻ തത്രപ്പെടുന്നത്. അങ്ങേക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടു മതിയായിരുന്നു ഈ സാഹസം. വിക്രമാദിത്യൻ, ആ പേര് സദസ്സിലാകെ മാറ്റൊലിക്കൊണ്ടു. സിംഹാസനാരോഹണത്തിനെത്തിയ ദശസഹസ്രം ജനങ്ങൾ ശ്വാസമടക്കി നിന്നുപോയി. ഭോജരാജൻ വിശ്വാസം വരാത്ത മട്ടിൽ സാലഭഞ്ജികയെ നോക്കി. ആരാണീ വിക്രമാദിത്യൻ? ഏത് കാലത്താണ് അദ്ദേഹം ഈ നാടുവാണിയിരുന്നത്? വിക്രമാദിത്യ ചക്രവർത്തിയെപ്പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും ഭോജന് ആഗ്രഹം വർദ്ധിച്ചു. പ്രതിമ ആ ചരിത്രത്തിലേക്ക് കടന്നു. പാടലീപുത്രം എന്ന നഗരത്തിൽ പണ്ട് വിദ്യാസാഗരൻ എന്നൊരു ബ്രഹ്മചാരിയുണ്ടായിരുന്നു. കഴിയുന്നിടത്തോളം വിദ്യ നേടണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം. നാട്ടിലുള്ള പണ്ഡിതന്മാരെ സമീപിച്ച് അവർക്കറിയാവുന്നതെല്ലാം വിദ്യാസാഗരൻ പഠിച്ചെടുത്തു. പോരാ, ഇനിയും പഠിക്കണം. വലിയ വലിയ പണ്ഡിതശ്രേഷ്ഠരെ കണ്ടെത്തണം, അവരുടെ ശിഷ്യത്വം സ്വീകരിക്കണം. അങ്ങനെ വിദ്യാസാഗരൻ യാത്ര തിരിച്ചു. ചെറിയൊരു ഭാണ്ഡം മാത്രമേ കയ്യിൽ കരുതിയുള്ളൂ. അതിൽ നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥങ്ങളും ജലമെടുക്കാനുള്ള ചെറിയൊരു പാത്രവും മാത്രം. നല്ല ഗുരുവിനെ തേടിയുള്ള യാത്രയാണ്. നാടുകൾ, നഗരങ്ങൾ, ജനപഥങ്ങൾ കടന്നു യാത്ര നീണ്ടു. തനിക്കിണങ്ങിയ സർവവേദപാരംഗതനായ ഒരു മഹാഗുരുവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലോ. നടന്നു നടന്ന് മാഗന്ധഗിരിയുടെ താഴ്വരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. മാനുകൾ പറ്റം ചേർന്ന് തുള്ളിക്കളിച്ചു നീങ്ങുന്നത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് തൃപ്തിയായി. ക്രൂരമൃഗങ്ങളില്ലാത്ത ഇടമാകണമിത്. അല്ലെങ്കിൽ ഈ സാധുമൃഗങ്ങൾ നിർഭയമായി ഇങ്ങനെ കളിച്ചു നടക്കുമോ? അവയുടെ നീണ്ട മിഴികളിൽ തെല്ലുമില്ല ഭയവും ആശങ്കയും. അടുത്തൊരു താമരപ്പൊയ്ക കണ്ടു. അതിനു ചുറ്റും പഴുത്തു തുടുത്ത മാമ്പഴങ്ങൾ നിറഞ്ഞ തൈമാവുകളും. വിദ്യാസാഗരന് ആശ്വാസമായി. ഭാണ്ഡം താഴെ വെച്ച് പൊയ്കയിലിറങ്ങി സുഖതമായൊരു മുങ്ങിക്കുളി. സൂര്യനെ നോക്കി നീണ്ടു നിവർന്ന് 12 നമസ്കാരം, ജപം എല്ലാം കഴിഞ്ഞ് മാമ്പഴവും ഭക്ഷിച്ച് അടുത്തു കണ്ട വലിയൊരു ആൽമരത്തിന്റെ ചുവട്ടിൽ നീണ്ടു നിവർന്നു കിടന്ന് ഇത്തിരി വിശ്രമിച്ചു. കാതങ്ങൾ പിന്നിട്ട കാൽനടയായിരുന്നല്ലോ. നല്ല ക്ഷീണമുണ്ടായിരുന്നു വിദ്യാസാഗരന്. അറിയാതെ ഉറങ്ങിപ്പോയി. ആ അരയാൽ മരത്തിൽ ഒരു ബ്രഹ്മരാക്ഷസൻ താമസിച്ചിരുന്നു. വേവശാസ്ത്രാദി ഗ്രന്ഥങ്ങളെല്ലാം മനപാഠമാക്കിയ ഒരു ഋഷിയായിരുന്നു. താൻ ഇരുന്ന അരയാൽ മരത്തിനു ചുവട്ടിൽ ഒരു യുവാവ് ക്ഷീണിതനായി കിടന്നുറങ്ങുന്നത് കണ്ട ബ്രഹ്മരാക്ഷസ ഋഷി മെല്ലെ താഴെയിറങ്ങി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ വിദ്യാസാഗരനെ ഋഷിക്ക് ഇഷ്ടമായി. കുലിനമായ ഭാവവും മുഖപ്രസാദവും ഒരു ബ്രഹ്മചാരിയുടെ ഔത്സുക്യവും പ്രകടമാണ്. ഋഷി അവിടെ കാത്തിരുന്നു. വിദ്യാസാഗരൻ പെട്ടെന്നുണർന്നു. ജടാധാരിയായ ഒരു അജാനുബാഹു തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ആദ്യം ഒന്നമ്പരന്നു. അടുത്ത നിമിഷം ഇരു കൈകളും കുപ്പി ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു, പാടലീപുത്രത്തിൽ നിന്ന് വരുന്ന ഒരു ബ്രഹ്മചാരിയായ ഞാൻ ഉത്തമ ഗുരുവിനെ തേടിയുള്ള ദീർഘയാത്രയിലായിരുന്നു. അങ്ങയെ കണ്ടതോടെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചതായി എനിക്ക് തോന്നുന്നു. സംശയമില്ല, അങ്ങു തന്നെ എന്റെ ഗുരുനാഥൻ. വിദ്യാസാഗരന്റെ വാക്കുകൾ ഋഷി സ്വീകരിച്ചു. പക്ഷേ ഗുരുവിന് ചില നിബന്ധനകളുണ്ട്. അതെല്ലാം അനുസരിക്കണം. ഗുരുവിന്റെ എല്ലാ ആജ്ഞയും താൻ അനുസരിച്ചുകൊള്ളാമെന്നായി ശിഷ്യൻ. തനിക്ക് വിദ്യ ലഭിച്ചാൽ മതി. അതിനുവേണ്ടിയുള്ള എന്തു ത്യാഗവും അനുഭവിക്കാൻ തയ്യാർ. 6 മാസം തുടർച്ചയായി വേണം വിദ്യ അഭ്യസിക്കാൻ. അതീവ ശ്രദ്ധ വേണം. അധ്യയനമല്ലാതെ മറ്റൊരു ചിന്ത കടന്നുവരാൻ പാടില്ല. 6 മാസത്തേക്ക് ഭക്ഷണവും നിദ്രയും പോലും ഒഴിവാക്കണം. വിദ്യാസാഗരൻ എല്ലാം സമ്മതിച്ചു. അത്ര രൂഢമൂലമായിരുന്നു വിദ്യാസാഗരന്റെ പഠിക്കാനുള്ള താൽപര്യം. ആൽമരത്തിന്റെ മുകളിലുള്ള ഒരു ശാഖയിൽ ഗുരുവും അഭിമുഖമായി ഒട്ടുതാഴെ മറ്റൊരു ശാഖയിൽ ശിഷ്യനും ഇരുപ്പുറപ്പിച്ചു.
വിശപ്പും ദാഹവും നിയന്ത്രിക്കാൻ കരുത്തു നൽകുന്ന മന്ത്രോപദേശം ശിഷ്യന് ഗുരുവാദ്യം തന്നെ നൽകി. അതിനുശേഷം ജ്ഞാനപ്രവാഹം. ഋഷി പറഞ്ഞതൊക്കെയും വിദ്യാസാഗരൻ ആലിലകളിൽ കുറിച്ചു സൂക്ഷിച്ചു. ആലിലക്കെട്ടുകളുടെ എണ്ണം വർദ്ധിച്ചുവന്നു. ഋഷിയുടെ പാണ്ഡിത്യത്തിലും അധ്യാപന മികവിലും വിദ്യാസാഗരൻ അതിശയം കൂറി. മാസങ്ങൾ കടന്നുപോയി. വേനൽ മാറി മഴക്കാലം വന്നതോ മഴ മാറി വെയിൽ തെളിഞ്ഞതോ ഇരുവരും അറിഞ്ഞില്ല. അവസാനം തനിക്കറിയുന്നതെല്ലാം ഋഷി ശിഷ്യന് കൈമാറി. വേദശാസ്ത്രങ്ങളും സിദ്ധികളും ശിഷ്യന് കരഗതമായി. തന്റെ ജന്മോദ്ദേശം പൂർത്തീകരിച്ചതായി ഋഷി അറിഞ്ഞു. നേടിയ അറിവുകളെല്ലാം യോഗ്യനായൊരു ശിഷ്യന് കൈമാറണമെന്ന് കരുതി കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ നേടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയില്ലെങ്കിൽ അയാൾ ശാപഗ്രസ്തനാകും, വിദ്യ വൃഥാവിലാകും. ഏതായാലും നിന്റെ വരവ് എന്റെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയായി. ഇനി ഞാൻ മടങ്ങുകയാണ്. വിദ്യാസാഗരന് ഗുരുവിനെ പിരിയുന്നതിൽ വലുതായ മനസ്താപമുണ്ടായിരുന്നു. ഗുരുവചനങ്ങൾ കേട്ട് ഇനിയും മതിവന്നിട്ടില്ല. ഇനിയും എന്തൊക്കെയോ അറിയാനുള്ളതുപോലെ. ഗുരു ഇനിയും തന്നെ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. പാടലീപുത്രത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഗുരു ശിഷ്യനെ ഉപദേശിച്ചു. വിവാഹം കഴിച്ച് ധർമാചരണം അനുഷ്ഠിക്കുക. നിന്റെ ജന്മം ലോകത്തിന് നന്മയായി മാറും. സൽപുത്രന്മാരെ ലഭിക്കും. പരമ്പര മാനവ ചരിത്രത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചു. ശിഷ്യൻ ശിരസ്സു നമിച്ചു പ്രണമിച്ചു. അധികം താമസിയാതെ മഹാനായ ആ ഗുരുനാഥൻ പരലോകപ്രാപ്തനായി. തനിക്ക് ലഭിച്ച നിധി, മഹാജ്ഞാനത്തിന്റെ അമൃത ബിന്ദുക്കൾ, തൊട്ടെഴുതിയ വടപത്ര കെട്ടുകൾ, അറിവിന്റെ സാഗരം അക്ഷരങ്ങളായി ഉറങ്ങുന്ന ആ ആലിലകളും പെറുക്കിക്കെട്ടി വിദ്യാസാഗരൻ മടക്കയാത്ര ആരംഭിച്ചു. കലിംഗദേശം കടന്നും യാത്ര തുടരവേ മെല്ലെ മെല്ലെ വിശപ്പും ക്ഷീണവും അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഈ കാലമത്രയും എല്ലാം മറന്നുള്ള പഠനമായിരുന്നു. ആഹാര നീഹാര നിദ്രാദികളെയൊക്കെ മന്ത്രം ചൊല്ലി അകലെ നിർത്തിയുള്ള പഠനം. പക്ഷേ പഠനം പൂർത്തിയായി. ഗുരുവും വിട ചൊല്ലിയതോടെ വിദ്യാസാഗരനെ തളർച്ച ബാധിച്ചു. ആഹാരം കിട്ടിയില്ലെങ്കിലും വേണ്ട, ആദ്യം വേണ്ടത് ഉറക്കമാണ്. വിദ്യാസാഗരൻ സംശയിച്ചില്ല. സമീപത്തു കണ്ട ഒരു ഗൃഹത്തിലേക്ക് കയറി. അവിടെ ആ സമയം ആരുമുണ്ടായിരുന്നില്ല. മുറ്റത്തു നിന്നിരുന്ന വേപ്പുമരം ഉമ്മരത്ത് തണൽ വീഴ്ത്തിയിരുന്നു. തന്റെ ഉത്തരീയമെടുത്ത് നിവർത്തി വിരിച്ച് വിദ്യാസാഗരൻ അവിടെ കിടന്നു. ഗുരുവചനങ്ങൾ കുറിച്ച ആലിലകൾ അടുക്കി തലയ്ക്കൽ വച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഒരു നിമിഷത്തെ താമസം പോലുമുണ്ടായില്ല. ഗാഠമായ ഉറക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു. ദാസിയായ മന്ദാകിനിയുടെ ഗൃഹമായിരുന്നു അത്. ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞു മന്ദാകിനി മടങ്ങിയെത്തിയപ്പോൾ ഉമ്മറത്തതാ ഒരു മനുഷ്യരൂപം. നോക്കുമ്പോഴുണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. 2-3 വട്ടം വിളിച്ചു. ഇല്ല, ഒരു അനക്കവുമില്ല. മന്ദാകിനി ഒന്നു പരിഭ്രമിച്ചു. അയൽവാസികളെ വിളിച്ചുകൂട്ടി. എല്ലാവരും ചേർന്ന് കുലുക്കി വിളിച്ചിട്ടും യുവാവ് ഉണരുന്നില്ല. ആരോ ഒരാൾ വൈദ്യരെ വിളിച്ചുകൊണ്ടുവന്നു. വൈദ്യർ നാഡി പരിശോധിച്ചു. ജീവനുണ്ട്, പക്ഷേ ബോധം കെട്ടുള്ള ഉറക്കമാണ്. പരിചരണം ആവശ്യമാണ്. ശരീരത്തിൽ ജലാംശം തീർത്തും കുറവാണ്. ഈ അവസ്ഥയിൽ ആളിനെ നിർബന്ധമായി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് അപകടമാണ്. കാത്തിരിക്കുക, പരിചരിക്കുക. വിദ്യാസാഗരന്റെ ശുശ്രൂഷ മന്ദാകിനി ഏറ്റെടുത്തു. ദീർഘയാത കഴിഞ്ഞുവന്നു. തന്റെ ഗൃഹത്തിന്റെ ഇറയത്ത് ബോധം മയങ്ങി വീണ തേജോരൂപനായ ആ മനുഷ്യനെ വഴിയിലെറിയുക എന്നത് ശരിയല്ല. 2 നാൾ നീണ്ട ഉറക്കത്തിനു ശേഷം വിദ്യാസാഗരൻ കണ്ണു തുറന്നു. അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്ന മന്ദാകിനിയെ കണ്ടു. വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു. വിദ്യാസാഗരൻ തന്നെപ്പറ്റി പറഞ്ഞു. 6 മാസം നീണ്ട വിദ്യാഭ്യാസം നടത്തി മടക്കയാത്ര പോകുന്ന വഴിയിലാണ് താൻ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. ഈ അവസ്ഥയിൽ അങ്ങ് യാത്ര തുടരരുത്. കുറച്ചുകാലം ഇവിടെ താമസിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക. അതിനുശേഷം മതി സ്വഗൃഹത്തിലേക്കുള്ള യാത്ര, മന്ദാകിനി പറഞ്ഞു. നടക്കാനുള്ള ത്രാണി വിദ്യാസാഗരനുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് 6 മാസമായിരിക്കുന്നു. അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനുമായിരുന്നു. നാളുകൾ കടന്നുപോയി. മന്ദാകിനിയുടെ പരിചരണത്തിൽ വിദ്യാസാഗരൻ ആരോഗ്യം വീണ്ടെടുത്തു. മുഖത്ത് തേജസ് നിറഞ്ഞു. ശരീരം ദൃഢമായി. ഒരു ദിവസം വിദ്യാസാഗരൻ മന്ദാകിനിയോട് നന്ദി പറഞ്ഞു പോകാനിറങ്ങി. ആ സമയം സങ്കടം സഹിക്കവയ്യാതെ മന്ദാകിനി ഇങ്ങനെ പറഞ്ഞു. ഇത്ര നാളും മറ്റെല്ലാ കർത്തവ്യങ്ങളും മാറ്റിവെച്ച് കണ്ണിലെണ്ണയൊഴിച്ച് ഞാൻ അങ്ങയെ പരിചരിച്ചു. അത് ഇങ്ങനെ പെട്ടെന്നൊരു യാത്ര പറയലിനു വേണ്ടിയായിരുന്നോ? നിന്റെ ശുശ്രൂഷയാണ് എനിക്ക് ജീവനും ആരോഗ്യവും മടക്കിത്തന്നത്. ഞാൻ സമ്മതിക്കുന്നു. അതിലെനിക്ക് വളരെയേറെ നന്ദിയുമുണ്ട്. ആ നന്ദി വാക്ക് എന്റെ ദുഃഖത്തിന് ശമനമുണ്ടാക്കില്ല. അങ്ങ് എന്നോടൊപ്പം എന്നും ഉണ്ടാകണം. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഇനിയും മനസ്സിലായില്ലേ?
അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. ഞാൻ മോഹിച്ചുപോയി. എനിക്കിനി അങ്ങയെ മറക്കാനാവില്ല. വിദ്യാസാഗരൻ ആശയക്കുഴപ്പത്തിലായി. മന്ദാകിനിയോട് തനിക്ക് നന്ദിയുണ്ട്, പോരാ, ജീവിതം തന്നെ അവളോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ വിവാഹം, അത് എന്തുകൊണ്ട് അങ്ങ് എന്നെ വിവാഹം കഴിക്കുന്നില്ല? അതെനിക്ക് ഇപ്പോൾ അറിയണം. തൽക്കാലം എനിക്ക് വിവാഹം വേണ്ട. എന്തിനധികം രണ്ടുപേരുടെയും തർക്കം ഉച്ചത്തിലായി. അതോടെ അയൽവാസികളും ബന്ധുക്കളും ഇടപെട്ടു. കലിംഗ രാജാവ് നീതിപതിയാണ്. അദ്ദേഹത്തിന്റെ സമക്ഷത്ത് മന്ദാകിനി പരാതി സമർപ്പിക്കണമെന്നായി. വിദ്യാസാഗരനും സമ്മതിച്ചു. രാജാവ് തീരുമാനിക്കട്ടെ. കലിംഗ രാജാവിന്റെ മുന്നിൽ ഇരുവരും എത്തി. മന്ദാകിനിയുടെ ആവശ്യം തികച്ചും ന്യായമാണെന്ന് രാജാവിന് തോന്നി. പക്ഷേ മഹാത്മൻ വിദ്യാസാഗരൻ തന്റെ വാദം നിരത്തി. മന്ദാകിനി ദാസീകുലത്തിൽ ജനിച്ചവളാണ്. ഞാൻ ബ്രാഹ്മണനും. ഞങ്ങൾ തമ്മിൽ എങ്ങനെ വിവാഹബന്ധമുണ്ടാകും? ആപത്ഘട്ടത്തിൽ അങ്ങയോടൊപ്പം കഴിഞ്ഞ് അങ്ങയെ പരിചരിച്ചവളാണ് മന്ദാകിനി. ആ സാമീപ്യം അവൾ ഇഷ്ടപ്പെട്ടു. അവൾക്ക് അങ്ങയോട് പ്രണയമുണ്ടായി. കുലം, വർഗം, വർണ്ണം എന്നിവ ബുദ്ധിയിലല്ലാതെ മനസ്സിലില്ല എന്ന കാര്യം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ, രാജാവ് പറഞ്ഞു. ശരിയാണ് മഹാരാജൻ. മന്ദാകിനിയെ കുറ്റപ്പെടുത്താൻ ഞാൻ മുതിരുന്നില്ല. ധർമ്മനീതി അനുസരിച്ച് ദാസിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റു 3 കുലങ്ങളിൽ നിന്ന് ബ്രാഹ്മണൻ വിവാഹം കഴിക്കണമെന്നുണ്ട്. ഈ അവസരത്തിൽ മന്ദാകിനിയെ വിവാഹം കഴിക്കുന്നതിനായി മറ്റു 3 കുലങ്ങളിലുള്ള കന്യകമാരെ എവിടെ നിന്ന് ലഭിക്കാനാണ്? ഈ വാദം രാജാവ് സ്വീകരിച്ചു. മറ്റു 3 കുലങ്ങളിലുള്ള കന്യകമാരെ കണ്ടെത്തിയാൽ മന്ദാകിനിയെയും സ്വീകരിക്കുന്നതിനു വിരോധമില്ല എന്നാണ് വിദ്യാധരൻ സൂചിപ്പിക്കുന്നത്. ഉന്നതമായ പാരമ്പര്യമുള്ള തികഞ്ഞ പണ്ഡിതനായ വിദ്യാസാഗരനെ പോലുള്ള ഒരു മഹാത്മാവിനെ മകളുടെ ഭർത്താവായി കിട്ടുന്നതിൽ ആർക്കാണ് എതിർപ്പുണ്ടാവുക? ബ്രാഹ്മണനായിരുന്നു കലിംഗ രാജാധിപൻ. അദ്ദേഹത്തിന്റെ മകളായിരുന്നു കനകാംഗി. തന്റെ മകളെ വിദ്യാസാഗരന് നൽകുന്നതിൽ രാജാവിന് സന്തോഷമേയുള്ളൂ. ക്ഷത്രിയനായ മന്ത്രി വേദാചാര്യനും മകൾ മാലതിയെ വിദ്യാസാഗരന് നൽകുന്നതിൽ എതിർപ്പുണ്ടായില്ല. കുലപതി എന്ന വൈശ്യപ്രമുഖനും തന്റെ മകൾ സുമംഗളയെ വിദ്യാസാഗരന് നൽകാൻ മുന്നോട്ടുവന്നു. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങി. വിദ്യാസാഗരൻ കനകാംഗി, മാലതി, സുമംഗള, മന്ദാകിനി എന്നിങ്ങനെ 4 കന്യകമാരെ വിവാഹം ചെയ്തു. കന്യാധനമായി ധാരാളം പൊന്നും പണവും പിതാക്കന്മാർ നൽകി. ഈ 4 കന്യകമാർ 4 കുട്ടികൾക്ക് ജന്മം നൽകി. കനകാംഗിക്ക് വരരുചിയും, മാലതിക്ക് വിക്രമാദിത്യനും, സുമംഗളയ്ക്ക് ഭട്ടിയും, മന്ദാകിനിക്ക് ഭർതൃഹരിയും പിറന്നു. വിദ്യാസാഗരൻ തന്റെ 4 കുട്ടികളെയും വാത്സല്യാധിരേകത്തോടെ വളർത്തി. നല്ല വിദ്യാഭ്യാസവും നൽകി. 4 പുത്രന്മാരും അതിസമർത്ഥന്മാരായിരുന്നു. വാർദ്ധക്യമായപ്പോൾ കലിംഗ രാജാവ് രാജ്യത്തിന്റെ ഭരണഭാരം വിദ്യാസാഗരനെ ഏൽപ്പിച്ചു. അധികം താമസിയാതെ രാജാവ് പരലോകപ്രാപ്തനായി. സർവശാസ്ത്ര പാരംഗതനായ വിദ്യാസാഗരൻ ധർമാനുസാരിയായി രാജ്യം ഭരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. കുട്ടികൾ വളർന്നു. വിദ്യാസാഗരന് പ്രായമായി. മരണക്കിടക്കിൽ കിടന്ന അദ്ദേഹം തന്റെ പ്രിയ പത്നിമാരെയും പുത്രന്മാരെയും അരികിൽ വിളിച്ചു. തനിക്കു ലഭിച്ച എല്ലാ ഉയർച്ചയുടെയും കാരണം മന്ദാകിനിയാണെന്നറിയുന്ന വിദ്യാസാഗരൻ അവളുടെ പുത്രനായ ഭർതൃഹരിയെ അടുത്ത കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു. മറ്റു പുത്രന്മാർ ആ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു. മൂത്തപുത്രനായ വരരുചിക്ക് പിതാവിന്റെ പാത പിന്തുടരുന്നതിലായിരുന്നു താൽപര്യം. പഠിക്കാനും അറിവ് നേടാനുമായിരുന്നു ആഗ്രഹം. വിദ്യാസാഗരൻ ഇഹലോകവാസം വെടിഞ്ഞതിനു ശേഷം വിധിയാം വണ്ണം അന്ത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മൂത്തപുത്രനായ വരരുചി ദേശാടനത്തിന് ഇറങ്ങിത്തിരിച്ചു. വേദാന്തങ്ങൾ പഠിക്കുന്നതിനും തപസ്സു ചെയ്യുന്നതിനുമായി അദ്ദേഹം സ്വജീവിതം നീക്കിവെച്ചു. മറ്റു പുത്രന്മാർ ഭർതൃഹരിയെ സഹായിച്ചു കഴിഞ്ഞുകൂടി. നീതിന്യായമനുസരിച്ചും ജനഹിതമറിഞ്ഞും ഭർതൃഹരി രാജ്യഭരണം നടത്തി. കലിംഗദേശത്ത് സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു. ഒരു നാൾ കലിംഗദേശത്ത് തപസ്വിയായ ഒരു മഹാപണ്ഡിതൻ വന്നുചേർന്നു. രാജസദസ്സിലെത്തിയ അദ്ദേഹത്തെ ഭർതൃഹരി സ്വീകരിച്ചാനയിച്ചു. പാദപൂജയും ശുശ്രൂഷയും ചെയ്തു. മഹാപണ്ഡിതൻ സംതൃപ്തനായി. മടങ്ങാൻ നേരം വിശേഷപ്പെട്ട ഒരു മാമ്പഴം അദ്ദേഹം രാജാവിന് സമ്മാനമായി നൽകി. ദേവലോകത്തു നിന്നു ലഭിച്ച അത്ഭുത സിദ്ധിയുള്ള ഒരു മാമ്പഴമാണിത്. ഈ മാമ്പഴം കഴിക്കുന്നയാളിന് നിത്യയുവത്വം വന്നുചേരും. ഇത് അങ്ങേക്കിരിക്കട്ടെ. രാജാവ് സാദരം ആ മാമ്പഴം കൈനീട്ടി വാങ്ങി. നിത്യയുവത്വത്തിലൊന്നും ഭർതൃഹരിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് അത് അദ്ദേഹം സമ്മാനിച്ചു. തന്റെ പ്രിയ എക്കാലവും യൗവനവും സന്തോഷവും അനുഭവിച്ചു കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അവളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു. അന്നു വൈകുന്നേരം കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ട് ഉലാത്തിയിരുന്ന രാജാവ്
ദൂരെ കുതിരലയത്തിൽ നിന്ന് ചാണകവും വാരി കുട്ടയിൽ നിറച്ചു നടന്നുവന്ന ഒരു യുവതിയെ ശ്രദ്ധിച്ചു. കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു ആ സ്ത്രീ. ചാണകക്കുട്ടയുടെ മുകളിൽ വിശേഷപ്പെട്ട ആ മാമ്പഴം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. താൻ പ്രേമപുരസരം തന്റെ പത്നിക്ക് നൽകിയ മാമ്പഴം എങ്ങനെ ചാണകക്കുട്ടയിൽ കയറിക്കൂടി? ജോലിക്കാരി മോഷ്ടിച്ചതാവുമോ? അദ്ദേഹം ഉടൻ തന്നെ ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഭയന്നു വിറച്ച് അവർ രാജസമക്ഷമെത്തി. ആ കുട്ടയിലിരിക്കുന്ന മാമ്പഴം എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? രാജാവ് ചോദിച്ചു. അത് അവർ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. ധൈര്യമായി പറഞ്ഞോളൂ, നീ മോഷ്ടിച്ചതാണോ? അയ്യോ അല്ല, എനിക്ക് ആ കുതിരക്കാരൻ സമ്മാനമായി തന്നതാണ്. കുതിരക്കാരനെ വിളിക്കാൻ രാജകൽപ്പനയായി. കുതിരക്കാരനും വിറവലോടെ രാജാവിന്റെ മുന്നിലെത്തി. രാജാവിന്റെ ചോദ്യത്തിനു മുന്നിൽ കുതിരക്കാരൻ ചുളി. സത്യം പറയാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. മഹാരാജ്ഞി അടിയനു നൽകിയതാണ്. ആ ഉത്തരം കേട്ടു രാജാവ് ഞെട്ടിത്തരിച്ചുപോയി. താൻ സ്നേഹപൂർവം പ്രിയതമയ്ക്ക് നൽകിയ മാമ്പഴം അവൾ കുതിരക്കാരന് സമർപ്പിച്ചിരിക്കുന്നു. അവൾക്ക് തന്നേക്കാൾ ഇഷ്ടം കുതിരക്കാരനെയാണോ? ലൗകിക വ്യവഹാരങ്ങളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള സ്നേഹം ദുഃഖമാണ് പകരം നൽകുക എന്നു രാജാവറിഞ്ഞു. കിട്ടാത്ത സ്നേഹം നിരാശയ്ക്ക് വഴിതെളിക്കുന്നു. ഒന്നും തിരിച്ചു മോഹിക്കാതെ സ്നേഹിക്കണം. അത് സാധാരണക്കാരന് കഴിയില്ല, സന്യാസിക്കേ സാധിക്കൂ. ഭർതൃഹരി രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. മാത്രമല്ല അതിനുവേണ്ട ഒരുക്കങ്ങളും ചെയ്തു. അനുജൻ വിക്രമാദിത്യനെ ഭരണ ചുമതല ഏൽപ്പിച്ച് കൊട്ടാരത്തിനോടും പത്നിമാരോടും യാത്ര പറഞ്ഞ് ഭൗതിക സുഖങ്ങളിൽ വിരക്തനായി അദ്ദേഹം സന്യാസവൃത്തി സ്വീകരിച്ചു. കലിംഗദേശത്തിന്റെ സർവതോമുഖമായ പുരോഗതി ലക്ഷ്യമാക്കി മാതൃകാ ഭരണം കാഴ്ചവെക്കാൻ അനുജന് കൽപ്പന നൽകിയിട്ടാണ് ഭർതൃഹരി കൊട്ടാരം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനിറങ്ങിയത്. വിക്രമാദിത്യൻ ജ്യേഷ്ഠന്റെ ആജ്ഞ തലകുനിച്ചു സ്വീകരിച്ചു. തന്റെ അനുജൻ ഭട്ടിയെ മന്ത്രിയാക്കി അദ്ദേഹം രാജ്യാധിപതിയായി. കുറഞ്ഞ കാലം കൊണ്ട് മികച്ച ഭരണാധികാരി എന്ന പേരു സമ്പാദിക്കാൻ വിക്രമാദിത്യന് കഴിഞ്ഞു. നാട്ടിലെ നീതിനിയമ വ്യവസ്ഥ അദ്ദേഹം കരുത്തുറ്റതാക്കി. സൈന്യത്തിലേക്ക് ഊർജ്ജസ്വലതയും പ്രതിബദ്ധതയുമുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തു പരിശീലനം നൽകി. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും സഹായവും സുരക്ഷയും ഉറപ്പാക്കി. കലിംഗദേശത്തിന്റെ പേരും പെരുമയും അന്യദിക്കുകളിലും വ്യാപിച്ചു. നാടിന്റെ വികസനത്തെക്കുറിച്ചും ഭരണവ്യവസ്ഥയെക്കുറിച്ചും പഠിക്കാൻ വിദേശങ്ങളിൽ നിന്നു സന്ദർശകരെത്തി. തലസ്ഥാന നഗരി ജനങ്ങളെ കൊണ്ടു നിറഞ്ഞു. ഒരു നാൾ വിക്രമാദിത്യൻ തന്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയോട് ഇങ്ങനെ പറഞ്ഞു. ഭട്ടി, കലിംഗ നാടിന്റെ വലിപ്പത്തിനും സമൃദ്ധിക്കുമനുസരിച്ച് തലസ്ഥാന നഗരിക്ക് സൗകര്യങ്ങൾ പോരാ എന്നെനിക്ക് തോന്നുന്നു. ഭട്ടി സമ്മതിച്ചു. ശരിയാണ്, ഞാനും അതേക്കുറിച്ച് ആലോചിച്ചു. ഇനി ഇതിലധികം ഈ നഗരത്തെ വലുതാക്കാനാവില്ല. ഒരേ ഒരു വഴിയേയുള്ളൂ. നമുക്ക് മറ്റൊരു പ്രദേശം കണ്ടുപിടിച്ച് അവിടെ നഗരം പണിയണം. തലസ്ഥാനം അവിടേക്ക് മാറ്റുകയും വേണം. വിക്രമാദിത്യൻ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം ഭട്ടി, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണുന്നവനാണല്ലോ. എന്നിട്ട് തലസ്ഥാന നഗരിക്ക് പറ്റിയ ഒരു പ്രദേശം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? സ്ഥലം കണ്ടുപിടിക്കാനുള്ള നിയോഗമായി പലരെയും അയച്ചതാണ്. പക്ഷേ പറ്റിയ ഒരു ഇടം കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കണ്ടോ, ഇതാണ് മറ്റുള്ളവരെ അയച്ചാലുള്ള കുഴപ്പം. ഭട്ടി നേരിട്ട് തന്നെ പോകണം, എങ്കിലേ കാര്യം നടക്കൂ. ശരി, അവിടുത്തെ ആജ്ഞ പോലെ അടുത്ത ദിവസം തന്നെ അന്വേഷണം നേരിട്ട് തന്നെ നടത്തിയേക്കാം. പറഞ്ഞ പ്രകാരം തൊട്ടടുത്ത നാളിൽ ഭട്ടി നഗര നിർമ്മാണത്തിനു പറ്റിയ സ്ഥലം അന്വേഷിച്ച് യാത്രയായി. തലസ്ഥാന നഗരിയാണ്, അതീവ ശ്രദ്ധ പുലർത്തണം. സുരക്ഷയാണ് ഏറ്റവും വലിയ പ്രശ്നം. ശത്രുക്കൾക്ക് എളുപ്പം ആക്രമിക്കാൻ പറ്റുന്ന ഇടമാകരുത്. 4 വശവും പ്രകൃതിദത്തമായ കോട്ടകളുണ്ടെങ്കിൽ ഏറെ നന്ന്. ഭരണകേന്ദ്രമായതിനാൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലാവുകയും അരുത്. നിരപ്പായ സ്ഥലമായിരിക്കണം, വരണ്ട മണ്ണാകരുത്. ഒരിക്കലും വറ്റാത്ത പുഴ നഗര മധ്യത്തിലൂടെ ഒഴുകണം. സർവോപരി ഐശ്വര്യവർദ്ധനയ്ക്ക് ഒരു ക്ഷേത്രവും ഉണ്ടാവണം. എല്ലാം ഒത്തിണങ്ങിയ സ്ഥലം കണ്ടുപിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നിരാശനായി ഭട്ടി മടങ്ങി യാത്രയ്ക്കൊരുങ്ങി. ഏറ്റ കാര്യം നടത്താൻ പറ്റാതെ വന്നതിൽ ഭട്ടിക്ക് വലുതായ വിഷമം തോന്നി. മടങ്ങിച്ചെന്ന് മഹാരാജാവിനോട് എന്താണ് പറയുക? വന്ന വഴിയായിരുന്നില്ല മടക്കം. പുതിയൊരു വഴിയിലൂടെ കാടും മലയും ചുറ്റി അവസാനം അദ്ദേഹം വനജഗിരി പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി. നിരപ്പായ പ്രദേശമായിരുന്നു അത്. രമ്യവും ശാന്തവുമായ അന്തരീക്ഷം. നടുവിൽ ഒരു ആൽമരവും അതോട് ചേർന്ന് ഒരു ഭഗവതി ക്ഷേത്രവും കണ്ടപ്പോൾ ഭട്ടിയുടെ മനസ്സ് കുളിർത്തു. ക്ഷേത്രത്തിനപ്പുറം സുമംഗള നദി ഇരുകരയും തിങ്ങി അലസഗമനം നടത്തുന്നു.
നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ നദിയിലിറങ്ങി കൈകാലുകൾ കഴുകി 2 കവിൾ വെള്ളവും കുടിച്ചു. പാറക്കെട്ടുകളിലും വൃക്ഷമൂലകളിലും തട്ടിയൊഴുകി വന്ന പുഴയിലെ ഔഷധജലം അമൃതുപോലെ തോന്നിച്ചു. ക്ഷീണം പമ്പ കടന്നു. വേഗം പുഴയിൽ കുളിച്ച് അടുത്തുകണ്ട ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടന്നുകയറി. തൊഴുതു പ്രദക്ഷിണം ചെയ്തപ്പോൾ വലിയ ഒരു കരിങ്കൽ തൂണുകണ്ടു. അതിൽ ഏതൊക്കെയോ അക്ഷരങ്ങൾ കുറിച്ചിട്ടത് പൊടി തട്ടിമാറ്റി ഭട്ടി വായിച്ചെടുത്തു. നദിക്കരയിലെ വലിയ വൃക്ഷത്തിൽ വട്ടത്തിൽ കെട്ടിയിട്ട 7 ഉറികളുണ്ട്. ആ മരത്തിൽ കയറി നോക്കിയാൽ നദിയുടെ മധ്യത്തിൽ നാട്ടി നിർത്തിയ ശൂലം കാണാം. ഒറ്റ വെട്ടിന് ആ ഉറികളെയും മുറിക്കണം. എന്നിട്ട് ആ ആയത്തിൽ നദീ മധ്യത്തിലുള്ള ശൂലത്തിൽ തലകീഴായി വന്നു പതിക്കണം. ആ ക്ഷണം ഭദ്ര ഭഗവതി പ്രത്യക്ഷയാകും. സർവ അഭീഷ്ടങ്ങളും സാധിക്കും. ആ സാഹസികന് അചിരേണ ചക്രവർത്തി പദവും ലഭിക്കും. ഇതായിരുന്നു തൂണിലെ ലിഖിതം. ലിഖിതം ഭട്ടി 2-3 വട്ടം വായിച്ചു. പിന്നെ ആ നദീതീരത്തുള്ള മരത്തിന് സമീപം പോയി നോക്കി. സത്യമാണ്, വലിയ വൃക്ഷത്തിൽ 7 ഉരികൾ ചക്രം പോലെ തൂക്കിയിട്ടിരിക്കുന്നു. നദീ മധ്യത്തിൽ വെള്ളത്തിനു മീതെ ശൂലമുനയും കാണാനുണ്ട്. കുറെ നേരം നോക്കി നിന്ന ശേഷം ഭദ്രയെ തൊഴുത് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഭട്ടി മടക്കയാത്ര ആരംഭിച്ചു. 4-5 മാസത്തെ യാത്രയ്ക്കൊടുവിലാണ് അദ്ദേഹം വിക്രമാദിത്യ സന്നിധിയിലെത്തുന്നത്. ഭട്ടി പോയതിനുശേഷം വിവരങ്ങളൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിക്രമാദിത്യൻ. തന്റെ അനുജന്റെ ആഗമനം അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. ഓടിച്ചെന്നു ഭട്ടിയെ ആലിംഗനം ചെയ്ത് അദ്ദേഹം കുറെ നേരം അങ്ങനെ നിന്നുപോയി. വികാര തീവ്രമായിരുന്നു ആ പുനഃസമാഗമം. തന്റെ യാത്രാ അനുഭവങ്ങളെല്ലാം ഭട്ടി വിശദമായി രാജാവിനെ ധരിപ്പിച്ചു. തലസ്ഥാന നഗരിക്കു പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചെന്നറിഞ്ഞതോടെ വിക്രമാദിത്യന് ഇരിക്കപ്പുരുതിയില്ലാതായി. കഴിവതും വേഗം അവിടെ എത്തണം. ഭട്ടി നൽകിയ കഥാകഥനം അത്ര ഉജ്ജ്വലമായിരുന്നു. ഇനി ആ സ്ഥലം നേരിൽ കാണാതെ സമാധാനമാവില്ല. മടങ്ങി വരുന്നതുവരെ രാജ്യകാര്യങ്ങൾ മുറതെറ്റാതെ നടത്താൻ വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തതിനുശേഷം വിക്രമാദിത്യനും ഭട്ടിയും ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ദീർഘനാളത്തെ യാത്രയ്ക്ക് ശേഷം ഇരുവരും വനജഗിരിയുടെ താഴ്വരയിലെത്തി. ശാന്തമുഖിയായി സുമംഗള നദി ഒഴുകുന്നത് നോക്കി അല്പനേരം വിക്രമാദിത്യൻ അവിടെ നിന്നു. ചുറ്റും തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, നടുവിലായി നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ സമതലത്തിന് ഒരു തപോവന പ്രകൃതിയായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും നദിയിൽ സ്നാനവും ഭദ്രാക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ശിലാലിഖിതത്തിൽ കാണപ്പെട്ട നിർദ്ദേശമനുസരിച്ചുള്ള വൻവൃക്ഷവും അതിൽ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ട 7 ഉരികളും അവർ സാഗൂതം നോക്കി നിന്നു. വട്ടത്തിൽ തൂക്കിയിട്ട ആ ഉരികൾ ഒറ്റ വെട്ടിനു മുറിക്കണം. പിന്നെ അതേ ക്ഷണത്തിൽ നദീമധ്യത്തിലുള്ള ശൂലാഗ്രത്തിൽ തല കീഴായി ചെന്നു പതിക്കുകയും വേണം. അതിപ്രഗത്ഭനായ ഒരഭ്യാസിക്ക് മാത്രമേ അത് സാധ്യമാകൂ. ഈ ലോകത്തിൽ ഇത്ര വലിയ സാഹസ പ്രവൃത്തി ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല, വിക്രമാദിത്യ മഹാരാജാവിനല്ലാതെ. ഭട്ടി ഉറപ്പിച്ചു പറഞ്ഞു. എങ്ങനെ? ആ ചിന്തയായിരുന്നു രാജാവിന്റെ മനസ്സിൽ. ഭട്ടി തന്റെ പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു. മരത്തിൽ കയറി ഒരു ഉറിയിൽ ഇടതുകാൽ ഉറപ്പിക്കണം. എന്നിട്ട് വലതുകാൽ കൊണ്ട് മറ്റുറികളെ ഓരോന്നായി അടുത്തെത്തിക്കണം. അതിനുശേഷം 1 വട്ടം ചുറ്റിയാൽ 7 ഉറികളും ഒന്നായി പിണഞ്ഞുവരും. പിന്നെ ഒറ്റ വെട്ടിന് എല്ലാ ഉറികളും മുറിക്കാൻ എളുപ്പമാണ്, ഭട്ടി പറഞ്ഞു. ഉറികൾ വെട്ടി മുറിച്ചാൽ താനുൾപ്പെടെ നേരെ നദിയിലേക്കാണ് വീഴുക. ആ വീഴ്ച ശൂലത്തിന്റെ മുകളിലേക്കു ലക്ഷ്യമാക്കണം, അതും തലകുത്തി. വിക്രമാദിത്യ മഹാരാജാവ് കണക്കുകൂട്ടി. ചെയ്യാൻ പോകുന്ന സാഹസത്തെക്കുറിച്ചോർത്ത് ഒരു നിമിഷം നിന്ന് ശ്രീപാർവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഉറയിൽ നിന്ന് ഊരിയ വാളുമായി വിക്രമാദിത്യൻ ആ വലിയ വൃക്ഷത്തിലേക്ക് കയറി. ഉയരത്തിലെത്തി ഭട്ടി പറഞ്ഞതുപോലെ ഇടതുകാൽ നീട്ടി ഒരു ഉറിയിൽ ഉറപ്പിച്ചു. പിന്നീട് വലതുകാൽ നീട്ടി മറ്റെല്ലാ ഉറികളെയും ഒന്നിച്ചാക്കി. ഒരു കൈ ഉറിയിൽ പിടിച്ച് വലതുകാൽ കൊണ്ട് മറ്റെല്ലാ ഉറികളെയും അടുത്തു പിടിച്ചു. 2 കറക്കം. 7 ഉറികളും ഒന്നായി പിരിഞ്ഞു പിണഞ്ഞു. പിന്നെ താമസിച്ചില്ല, വലത് കൈയിലെ വാൾ ഉപയോഗിച്ച് മുകൾ ഭാഗം വെട്ടിമാറ്റി. അതോടെ ഉറികളും രാജാവും താഴേക്ക് പതിച്ചു. ഉറികൾ വീണത് പുഴയിലേക്ക്. പക്ഷേ രാജാവ് വായുവിൽ മലക്കം മറിഞ്ഞ് നേരെ ശൂലത്തിനു മുകളിലേക്ക് തലകുത്തി വീണു. ശൂലമുനയിൽ തല തൊട്ടില്ല എന്നായപ്പോൾ അത്ഭുതം, 2 മനോഹര കരപല്ലവങ്ങൾ അദ്ദേഹത്തെ താങ്ങി. പരിശ്രമിക്കു ലഭിക്കുന്ന വിശ്വവിജയത്തിന്റെ മന്ദസ്മിതം തന്റെ മുന്നിൽ കണ്ടു വിക്രമാദിത്യൻ ആനന്ദപുളകിതനായി. ശ്രീഭദ്ര ഭഗവതിയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണെന്ന് വിക്രമാദിത്യൻ അറിഞ്ഞു. ശ്രീഭദ്ര പ്രത്യക്ഷയായിരിക്കുന്നു. കരയിലെ വൃക്ഷച്ചുവട്ടിൽ അദ്ദേഹത്തെ എത്തിച്ച് ദീർഘകരങ്ങളാൽ അനുഗ്രഹിച്ച് ഭഗവതി മറഞ്ഞു.
ഭക്തിപാരമ്യത്തിൽ ആറാടിയ വിക്രമാദിത്യനും ഭട്ടിയും ക്ഷേത്രത്തിലേക്ക് കയറി. ശ്രീചക്രാംഗിത പീഠനിവാസിനിയായ ദുർഗയെ വണങ്ങി ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിക്കായി പ്രാർത്ഥിച്ചു. ഭഗവതി അവർക്ക് ശ്രേഷ്ഠങ്ങളായ വരങ്ങളെ നൽകി. വിക്രമാദിത്യ മഹാരാജാവിനും പ്രജകൾക്കും സകലവിധ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്തു. പുതിയ നഗര സ്ഥാപനത്തിന് ആവശ്യമായ ധനവും മനഃശക്തിയും അവർ നേടി. പിന്നീട് കലിംഗദേശം വിട്ടു വിക്രമാദിത്യൻ ഉജ്ജയിനിയിൽ താമസമാക്കി. 7 നിലകളിലുള്ള മാളികകളും മറ്റു രമ്യഹർമ്മ്യങ്ങളും ഉദ്യാനങ്ങളും പണികഴിപ്പിച്ച് ചുറ്റുമുള്ള വിശാലമായ സ്ഥലം കൃഷിക്ക് ഉപയുക്തമാക്കി സാധാരണക്കാർക്കായി അദ്ദേഹം വീതിച്ചു നൽകുകയും ചെയ്തു. കൃഷിയും കച്ചവടവും അവിടെ വൻ പുരോഗതി നേടി. ഏറെക്കാലത്തെ അന്വേഷണത്തിനു ശേഷം ഭട്ടി കണ്ടെത്തി. അതിസാഹസികമായ ഒരു ദൗത്യത്തിലൂടെ വിക്രമാദിത്യൻ ദേശാധീനത്തിലാക്കിയ ആ സ്ഥലമാണ് ശ്രീദുർഗ ഭഗവതിയുടെ അനുഗ്രഹാശിസുകളോടെ പിൽക്കാലത്ത് പേരും പെരുമയും മഹത്വവും നേടിയ ഉജ്ജയിനി. വിക്രമാദിത്യ മഹാരാജാവിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഭട്ടിക്ക് തന്നെ ലഭിച്ചു. ഭട്ടിയുടെ കീഴിൽ 1000ഓളം മന്ത്രിമാരുണ്ടായിരുന്നു. അതിശക്തവും സുസംഘടിതമായ സൈന്യബലവും കൂടിയപ്പോൾ അയൽ രാജ്യങ്ങളിൽ പലതും വിക്രമാദിത്യന്റെ ആശ്രയം തേടിയെത്തി. വിക്രമാദിത്യ മഹിമ ഈ 14 ലോകത്തും എത്തിയെന്നു പറഞ്ഞാൽ അതിൽ അതിശയോക്തി തെല്ലുമില്ല. അതിനുദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. നാരദ മഹർഷി ഒരിക്കൽ ദേവലോകത്തെത്തിയപ്പോൾ വിക്രമാദിത്യന്റെ ഭരണപാടവത്തെ പുകഴ്ത്തി സംസാരിച്ചു. അതു കേട്ടപ്പോൾ ദേവേന്ദ്രന് വിക്രമാദിത്യനെ ഒന്നു കാണാൻ മോഹം തോന്നി. ഭൂമിയിലെ അതിപ്രബലനായ ആ മഹാരാജാവിനെ സ്വർഗത്തിൽ ക്ഷണിച്ചു വരുത്തി ഒന്ന് ആദരിക്കണം. വെറുതെ ചെന്നു ക്ഷണിച്ചാൽ അദ്ദേഹം വരണമെന്നില്ലല്ലോ. അതിന് നല്ലൊരു മാർഗം നാരദൻ തന്നെ നിർദ്ദേശിച്ചു. സർവകലാവല്ലഭനാണ് വിക്രമാദിത്യൻ. ദേവലോകത്ത് അപ്സരസുകളിൽ അദ്വിതീനലായ ഉർവശിയും രംഭയുമുള്ള ഒരു നൃത്തമത്സരം, അതിന്റെ വിധികർത്താവായി വിക്രമാദിത്യനെ ക്ഷണിക്കുക. ദേവേന്ദ്രന് ആ ആശയം നന്നായി ബോധിച്ചു. 2 സുന്ദരിമാരും തമ്മിൽ ചെറിയൊരു ശീതസമരം പണ്ടു മുതലേയുണ്ട്. ഇവരിൽ ആരുടെ നൃത്തമാണ് കൂടുതൽ കേമമെന്ന് വിലയിരുത്താൻ ആരെക്കൊണ്ടാണ് കഴിയുക? അത്രത്തോളം മനോജ്ഞമാണ് ഇരുവരുടെയും നടനം. ദേവേന്ദ്രൻ വേഗം മാതലിയെ വിളിച്ചു. ദേവരഥം ചലിപ്പിക്കുന്ന സാരഥിയാണ് മാതലി. സൂര്യവേഗത്തിൽ രഥം ചലിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരാളില്ല തന്നെ. ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യ മഹാരാജാവിനെ ക്ഷണിച്ച് സ്വർഗത്തിലേക്കു തേലിൽ കൊണ്ടുവരാനായിരുന്നു ദേവേന്ദ്രന്റെ നിർദ്ദേശം. മാതലിക്ക് ആ ദൗത്യം അത്ര നന്നായി തോന്നിയില്ല. ദേവസാരഥിയായ താൻ വെറും ഒരു രാജാവിനെ, അതും ഒരു മനുഷ്യനെ ആനയിക്കാനായി പോകുന്നത് കുറച്ചില്ലല്ലേ എന്നായിരുന്നു മാതലിനുടെ ചിന്ത. പക്ഷേ എതിരൊന്നും പറഞ്ഞില്ല. ദേവേന്ദ്രനോട് വയ്യ എന്ന് പറയുന്നതെങ്ങനെ? മാതലി നേരെ ഉജ്ജയിനിയിലെത്തി. രഥം കാണാമറയെ തൊളിപ്പിച്ച് കാൽനടയായി അദ്ദേഹം കൊട്ടാരത്തിലേക്കുള്ള പടികൾ കയറി. വാതിൽക്കൽ നിൽക്കുന്ന കാവൽക്കാരൻ അറിയുമോ വന്നത് ഇന്ദ്രസാരഥിയാണെന്ന്? അപരിചിതനെ രാത്രി നേരത്ത് അകത്തേക്ക് വിടാൻ അയാൾ തയ്യാറായിരുന്നില്ല. മഹാരാജാവിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല. അദ്ദേഹം മഹാമന്ത്രി ഭട്ടിയുമായി രാജകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കാവൽക്കാരൻ അറിയിച്ചു, എനിക്കുടനെ കണ്ടേ പറ്റൂ, അത്യാവശ്യമാണെന്ന് നീ പോയി പറയണം. മാതലി ശാഠ്യം പിടിച്ചു. നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ കാവൽക്കാരൻ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. ഇതാരാണ് ഈ അസമയത്ത്? ഭട്ടി ചോദിച്ചു. അറിയില്ല, ഉടനെ കാണണമെന്ന് ഒരേ വാശി ഭൃത്യൻ പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, അതുകൊണ്ടാണല്ലോ ഈ രാത്രി നമ്മെ കാണാൻ വന്നത്. എന്തുമാകട്ടെ, വരാൻ പറയൂ. വിക്രമാദിത്യൻ അനുവാദം നൽകി. മാതലി ഉള്ളിലേക്ക് കടന്നുവന്നു. ദേവസഭയിൽ നിന്നാണ് എത്തിയത് എന്നറിഞ്ഞപ്പോൾ വിക്രമാദിത്യനും ഭട്ടിക്കും ആദരവ് വർദ്ധിച്ചു. മഹാരാജാവിന്റെ ആതിഥ്യ മര്യാദകൾ ഏറ്റുവാങ്ങിയ ശേഷം മാതലി തന്റെ വരവിന്റെ ഉദ്ദേശം അവതരിപ്പിച്ചു. ഉർവശി രംഭമാരുടെ നൃത്തം വിലയിരുത്താൻ തക്ക പ്രാപ്തി തനിക്കുണ്ടോ എന്ന് മഹാരാജാവ് ഒരു നിമിഷം ശങ്കിച്ചു. പക്ഷേ ഭട്ടിക്കും നിർബന്ധം. മഹാരാജാവ് ക്ഷണം സ്വീകരിച്ച് ദേവലോകത്തേക്ക് പോയേ മതിയാവൂ. ദേവലോകം വരെ എത്തിയിരിക്കുകയാണ് അങ്ങയുടെ ഖ്യാതി. ദേവേന്ദ്രനെ പോലുള്ള ബന്ധം രാജ്യത്തിന് ഗുണം ചെയ്യും. ഒരു മടിയും വേണ്ട, അങ്ങ് പുറപ്പെടുക. രാജകാര്യങ്ങൾ ഇവിടെ വേണ്ട വിധം നടന്നുകൊള്ളും. ഭട്ടി ഉറപ്പുകൊടുത്തു. ഭട്ടിയുടെ നിർദ്ദേശം മഹാരാജാവ് വിനയപൂർവ്വം സ്വീകരിക്കുന്നത് കണ്ട് മാതലി അത്ഭുതപ്പെട്ടു. മറ്റുള്ളവർ പറയുന്നതിനെ ചെവിക്കൊള്ളുന്ന രാജാക്കന്മാരെ കാണുക തന്നെ അപൂർവം. ഇവിടെ ഇതാ മന്ത്രിയോട് അഭിപ്രായം ചോദിക്കുകയും ആ നിർദ്ദേശം നന്നെന്ന് മനസ്സിലാക്കി സവിനയം സ്വീകരിക്കുകയും ചെയ്യുന്നു. ദേവലോകത്തുള്ളവർക്ക് പോലും മാതൃകയാണ് ആ പെരുമാറ്റ രീതിയെന്ന് മാതലിക്ക് തോന്നി. താമസിച്ചില്ല. ദേവലോകത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി വിക്രമാദിത്യൻ പുറത്തുവന്നു. ഭദ്രാക്ഷേത്രത്തിനു മുന്നിലെത്തി ഭഗവതിയെ വണങ്ങി അദ്ദേഹം അതിഥിയോടൊപ്പം നടന്നു.
മാതലി തന്റെ രഥത്തിന് സമീപത്തേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. മാതലി തന്റെ ഇരിപ്പിടത്തിലേറി. വിക്രമാദിത്യനാവട്ടെ ആ അതിശയ വാഹനത്തിലേക്ക് കയറാനുള്ള പടിയിൽ വലതുകാൽ വെച്ചു. ആ നേരം മാതലിക്കൊരു കുസൃതി തോന്നി. അപകടകരമായ ഒരു വിനോദം. രഥം പെട്ടെന്ന് ചലിപ്പിച്ചു. അടുത്ത നിമിഷം സൂര്യരശ്മിയുടെ വേഗത്തിൽ അത് ആകാശത്തേക്ക് ഉയർന്നു പാഞ്ഞു. ഏതാണ്ട് 2,00,000 യോജന നിമിഷങ്ങൾ കൊണ്ട് താണ്ടിയതിനുശേഷം മാതലി തിരിഞ്ഞുനോക്കി. ഒരു പടിയിൽ പെരുവിരലൂന്നി അതേ നിൽപ്പാണ് വിക്രമാദിത്യൻ. രഥവേഗമനുസരിച്ച് സ്വശരീരം അദ്ദേഹം തുലനം ചെയ്തതിനാൽ താഴെ വീണില്ല. ഒരു വിരലിൽ ഉയർന്നു തപസ്സു ചെയ്യുന്ന സിദ്ധിമഹാതാപസന്മാർക്കെന്നുപോലെ വിക്രമാദിത്യനും ശീലിച്ചെടുത്തിരിക്കുന്നുവെന്നോ? ആ ക്ഷണം മാതലി തേരു നിർത്തി വിക്രമാദിത്യനോട് ക്ഷമയാചിച്ചു. കേവലമൊരു മനുഷ്യനെന്ന് കരുതി വിക്രമാദിത്യനെ അവഗണിച്ച തന്റെ അവിവേകം പൊറുക്കണമെന്നും മാതലി അപേക്ഷിച്ചു. വിക്രമാദിത്യ മഹാരാജാവ് ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. മാതലിയുടെ പെരുമാറ്റത്തിലെ വർദ്ധിച്ച അഹങ്കാരഭാവം വിക്രമാദിത്യൻ തുടക്കത്തിലെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. മാതലി എന്തെങ്കിലും വികൃതി ഒപ്പിക്കാനിടയുണ്ടെന്നും വിക്രമാദിത്യന് തോന്നിയിരുന്നു. അതിനാൽ അദ്ദേഹം കരുതലോടെയായിരുന്നു നീങ്ങിയിരുന്നത്. ഏതായാലും പിന്നീട് മാതലി തികഞ്ഞ ഭവ്യതയോടെയാണ് വിക്രമാദിത്യനു മുന്നിൽ പെരുമാറിയത്. ദേവലോകത്തെ കാഴ്ചകൾ വിക്രമാദിത്യ മഹാരാജാവിനെ അത്ഭുതപ്പെടുത്തി. ദേവേന്ദ്രൻ നേരിട്ടു വന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ദേവകളും ഋഷികളും സിദ്ധന്മാരും സാധ്യന്മാരും ഗന്ധർവ കിന്നരന്മാരുമെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയെത്തിയിരുന്നു. തികച്ചും പ്രൗഢഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി വിക്രമാദിത്യൻ തനിക്കുവേണ്ടി പ്രത്യേകമൊരുക്കിയ രമണീയ മന്ദിരത്തിൽ വിശ്രമിച്ചു. കുറച്ചു ദിവസങ്ങൾ വിക്രമാദിത്യൻ ദേവലോകത്ത് ചെലവഴിച്ചു. ദേവേന്ദ്രനുമായി അദ്ദേഹം പലകുറി സൗഹൃദപരവും രാജനൈതികപരവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ദിവസങ്ങൾ കഴിയുന്തോറും ഇന്ദ്രന് വിക്രമാദിത്യ മഹാരാജാവിനോടുള്ള ആദരവും വർദ്ധിച്ചുവന്നു. അങ്ങനെയിരിക്കെ ഒരുനാൾ ഉർവശിയും രംഭയും തമ്മിലുള്ള നൃത്തമത്സരം നടന്നു. മത്സരം തുടങ്ങുന്നതിനു മുൻപ് തന്റെ മാളികയുടെ മുന്നിലുള്ള അതിമനോഹരമായ പൂന്തോട്ടത്തിലൂടെ ഉലാത്തിയ വിക്രമാദിത്യൻ പാരിജാതം തുടങ്ങിയ സുന്ദര പുഷ്പങ്ങൾ ഇറുത്തെടുത്ത് മനോഹരമായ 2 പൂച്ചെണ്ടുകൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചിരുന്നു. നൃത്തമത്സരം ആരംഭിക്കുകയായി. വിധികർത്താവിന്റെ പീഠത്തിലേക്ക് വിക്രമാദിത്യനെ ഇന്ദ്രൻ ആനയിച്ചു. ഉർവശി രംഭമാർ സദസ്സിനെയും വിധികർത്താവിനെയും വന്ദിച്ചു. ആ സമയം വിക്രമാദിത്യൻ നർത്തകിമാർക്ക് ഓരോ പൂച്ചെണ്ടുകൾ സമ്മാനിച്ചു. നൃത്തവേളയിൽ ഈ ചെണ്ടുകൾ നിങ്ങളുടെ കൈകൾക്ക് അലങ്കാരമായിരിക്കട്ടെ, അദ്ദേഹം ആശീർവദിച്ചു. നൃത്തമത്സരം ആരംഭിച്ചു. കിന്നരഗാനാലാപവും താളവൃന്ദവും അതിമനോജ്ഞമായ നൃത്തച്ചുവടുകളും ലയഭാവങ്ങളും കണ്ട് സദസ്യർ സ്വയം മറന്നു. വേദിയിൽ അമൃതധാര പെയ്തിറങ്ങി. ആരുടെ നൃത്തമാണ് കൂടുതൽ കേമം? എങ്ങനെ തീരുമാനിക്കും? പെട്ടെന്ന് രംഭ തന്റെ വലതു കൈ ആഞ്ഞുകുടഞ്ഞു. ആ കൈയിലായിരുന്നു പൂച്ചെണ്ട്. ചെണ്ട് അവൾ താഴെ എറിഞ്ഞു. അതോടെ താളം മുറിഞ്ഞു. ചുവടുകളുടെ നിലതെറ്റി. ഉർവശി അപ്പോഴും സ്വപ്നത്തിലെ നവണ്ണം നൃത്തം തുടരുകയായിരുന്നു. ഉർവശി വിജയിച്ചു. അവസാന ഘട്ടത്തിലെപ്പോഴോ രംഭയ്ക്ക് ചുവട് പിഴച്ചു. വിക്രമാദിത്യൻ തന്റെ വിധിന്യായം ഉറക്കെ പ്രസ്താവിച്ചു. ഞാൻ നൽകിയ ചെണ്ടുകൾക്കുള്ളിൽ കുത്തുന്ന കടന്നലുകളെയും മറ്റും ഒളിപ്പിച്ചിരുന്നു. വളരെ സാവധാനത്തിൽ അതിമൃദുലമായി ചെണ്ടു പിടിച്ചിരുന്നാൽ കടന്നലുകൾ പുറത്തു വരാത്ത രീതിയിലായിരുന്നു ആ പ്രാണികളെ അടക്കം ചെയ്തിരുന്നത്. ഉർവശി കൈ അമർത്തിയില്ല. രംഭയാകട്ടെ നൃത്തം മുറുകിയതോടെ സ്വയം പിരിമുറുക്കത്തിൽപ്പെട്ട് തൈകൾ അമർത്തി. ഉള്ളിലെ പ്രാണികൾ നല്ല കുത്തും കൊടുത്തു. സംഗീതവും നൃത്തവും പോലുള്ള കലകൾ അവതരിപ്പിക്കുമ്പോൾ കലാകാരന് ഗർവ് പാടില്ല. അഹങ്കാരമാണ് പിരിമുറുക്കമുണ്ടാക്കുന്നത്. സ്വശരീരത്തെക്കുറിച്ച് അമിതബോധമുണ്ടായാൽ നിലമറക്കും, ചുവട് പിഴയ്ക്കും. സ്വയം വറന്ന് സമർപ്പണഭാവത്തോടെ വേണം കല അവതരിപ്പിക്കാൻ. അവിടെ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ഉള്ള ചിന്ത പാടില്ല. വിക്രമാദിത്യ മഹാരാജാവിന്റെ വാക്കുകൾ അത്ഭുതാദരവോടെയാണ് സദസ്യർ ശ്രവിച്ചത്. കലകളുടെ മർമ്മം ഇത്രയും മനസ്സിലാക്കിയ മറ്റൊരാൾ ഇല്ല എന്നായിരുന്നു ദേവേന്ദ്രന്റെ അഭിപ്രായം. 2 നർത്തകികളെയും വിക്രമാദിത്യൻ അഭിനന്ദിച്ചു. ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചതുകൂടാതെ ദേവനർത്തകികളുടെ നേതൃത്വസ്ഥാനവും കിട്ടി. രംഭയ്ക്ക് തന്റെ തെറ്റു മനസ്സിലായി. ഇരുവരും വിക്രമാദിത്യനെ വണങ്ങി ആശീർവാദങ്ങൾ നേടി. വിക്രമാദിത്യന് തന്റെ രാജ്യത്തേക്ക് മടങ്ങാനുള്ള സമയമായി. ദേവേന്ദ്രനും ഋഷിമാരും മറ്റു ദേവകളും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇന്ദ്രന് ത്രിലോകാധിപത്യം ലഭിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ സുവർണ സിംഹാസനം ഇന്ദ്രൻ വിക്രമാദിത്യ മഹാരാജാവിന് സമ്മാനമായി കൊടുത്തു. അതിവിശേഷമായിരുന്നു ആ സിംഹാസനം.
32 സോപാനവും കാവൽക്കാരായി 32 സാലഭഞ്ചികമാരുമുള്ള ദേവനിർമ്മിത സിംഹാസനമായിരുന്നു അത്. മാത്രമല്ല 1000 സംവത്സരം ആ മഹാസിംഹാസനത്തിലിരുന്ന് നാടു ഭരിക്കാനുള്ള വരദാനവും വിക്രമാദിത്യന് ലഭിക്കുകയുണ്ടായി. ദേവലോകത്തെ സകലരുടെയും അനുഗ്രഹാശിസ്സുകളോടെ വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് മടക്കയാത്ര ചെയ്തു. പുഷ്പക വിമാനത്തിലായിരുന്നു അദ്ദേഹത്തെ ഇന്ദ്രൻ യാത്രയാക്കിയത്. വിക്രമാദിത്യൻ മടങ്ങി വരുന്നതുവരെ ഭട്ടിയായിരുന്നു രാജ്യഭരണം നോക്കിക്കൊണ്ടിരുന്നത്. മടങ്ങിയെത്തി ഭദ്രയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിക്രമാദിത്യൻ വീണ്ടും തന്റെ കർത്തവ്യ നിർവഹണത്തിൽ മുഴുകി. അന്നു വൈകുന്നേരം ദേവേന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട സിംഹാസനം സഭാമധ്യത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് വിക്രമാദിത്യൻ ഭട്ടിയോട് ദേവലോകത്തെ വിശേഷങ്ങൾ വിസ്തരിച്ചു. 1000 വർഷം ആ മഹാസിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാൻ തനിക്ക് വരം കിട്ടിയ കാര്യം വിക്രമാദിത്യൻ വിവരിച്ചപ്പോൾ ഭട്ടി ഒരു നിമിഷം നിശബ്ദനായി. അപ്പോൾ എന്റെ കാര്യമോ? ഭട്ടി ചോദിച്ചു. വിക്രമാദിത്യൻ ആലോചിച്ചു. ശരിയാണ്, 1000 വർഷം ഭട്ടി കൂടെയുണ്ടാവണമെന്നില്ലല്ലോ. തന്റെ പ്രിയ സഹോദരനും മന്ത്രിയുമായ ഭട്ടി സമീപത്തില്ലാതെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദേവലോകത്തെ കൗതുക കാഴ്ചകൾ കണ്ട് ഭ്രമിച്ചുപോയ താൻ ഭട്ടിയുടെ കാര്യം മറന്നത് ശരിയായില്ല. അതോടെ വിക്രമാദിത്യന് വല്ലാത്ത വ്യസനമായി. തനിക്ക് 1000 വർഷത്തെ ആയുസ് ലഭിച്ചപ്പോൾ ഭട്ടിയുടെ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ പ്രയോജനം? സാരമില്ലെന്ന് വയ്ക്കുക, ഭട്ടി പറഞ്ഞു സമാധാനിപ്പിച്ചു. വിക്രമാദിത്യൻ തന്റെ ശയ്യാഗൃഹത്തിലേക്ക് പോയി. അപ്പോഴും ഭട്ടിയുടെ ചിന്തയായിരുന്നു ആ മനസ്സിൽ. ഭട്ടിക്കും അന്നു കിടന്നിട്ട് ഉറക്കം വന്നില്ല. വിക്രമാദിത്യനോടൊപ്പം തനിക്കും ജീവിതം വേണം. സഹോദരന്മാർ തമ്മിൽ പിരിയാൻ വയ്യ. അത്ര ഗാഢമായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം. ഭട്ടി എഴുന്നേറ്റു. നേരെ ഭദ്രാക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയിരുന്നു ഭഗവതിയെ സ്തുതിച്ചു. ഭഗവതി പ്രസന്നയായി അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. തൊഴുകയുമായി ഭട്ടി ഇങ്ങനെ പറഞ്ഞു: മഹേശ്വരി, ജ്യേഷ്ഠനെ വിട്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലുമാവില്ല. മരണത്തിലൂടെയാണെങ്കിൽ പോലും ആ വിയോഗം സംഭവിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ വിഷമം തോന്നുന്നു. അദ്ദേഹത്തിന് 1000 വർഷം സിംഹാസനത്തിലിരിക്കാനുള്ള വരം കിട്ടി. അദ്ദേഹത്തോടൊപ്പം നിഴലുപോലെ എപ്പോഴും കഴിയാൻ ആഗ്രഹിക്കുന്ന ഈയുള്ളവനു മാത്രം അല്പായുസ് 2000 വർഷം ജീവിച്ചിരിക്കണമെന്നാണ് അടിയന്റെ ആശ. അടിയനും ദീർഘായുസ്സു നൽകണമേ. ഭട്ടിയുടെ പ്രാർത്ഥന ഒരു പുഞ്ചിരിയോടെ ഭഗവതി കേട്ടു. ശരി, അങ്ങനെ തന്നെ. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ഭഗവതി മന്ദസ്വരത്തിൽ പറഞ്ഞു. അവിടുന്ന് ആജ്ഞാപിക്കുന്നതെന്തും അടിയൻ ചെയ്യാം. എങ്കിൽ വേഗം പോയി വിക്രമാദിത്യന്റെ ശിരസ്സറുത്ത് ക്ഷേത്രത്തിനു വെളിയിലുള്ള പീഠത്തിൽ വയ്ക്കണം. ഒട്ടും മടിച്ചില്ല. ഭട്ടി അതിവേഗം വിക്രമാദിത്യന്റെ ശയനഗ്രഹത്തിലെത്തി അദ്ദേഹത്തെ വിളിച്ചുണർത്തി. എന്താണ് വേണ്ടത്? വിക്രമാദിത്യൻ ഉറക്കച്ചടവോടെ ചോദിച്ചു. എനിക്കാ ശിരസ്സു വേണം. ഭട്ടിയുടെ മറുപടി കേട്ട് വിക്രമാദിത്യൻ അമ്പരന്നുപോയി. ഭട്ടി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ വിക്രമാദിത്യൻ തെല്ലും ശങ്കിച്ചില്ല. തല കുനിച്ചിരുന്നു. ഭട്ടി തന്റെ കരവാൾ കൊണ്ട് ആ ശിരസ്സു വെട്ടി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. അവിടെ പുറത്തുള്ള പീഠത്തിൽ രക്തമൊലിക്കുന്ന ശിരസ്സുവെച്ച് ഭട്ടി നമസ്കരിച്ചു. ഭഗവതി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 2000 വർഷത്തെ ആയുസ്സും നൽകി. അതുകേട്ട ഭട്ടി ഉറക്കെ ചിരിച്ചു. അതെന്തേ ഇത്ര ചിരിക്കാൻ? ഭദ്ര മന്ദസ്മിതത്തോടെ ചോദിച്ചു. അല്ല, ഈ വരങ്ങളൊക്കെ വിശ്വസിക്കാമോ എന്നറിയാതെ ചിരിച്ചുപോയതാണ്. വരങ്ങളെ വിശ്വസിക്കാമോ എന്നോ? വരം പാഴാവില്ല, ഉറപ്പാണ്. ഭദ്രയുടെ മറുപടി. ഈ ശിരസ്സു നോക്കൂ. 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ വരം നേടിയ ശിരസാണിത്. വരം കിട്ടി 4 ആഴ്ച കഴിഞ്ഞില്ല. ഇതാ മൃതിയടഞ്ഞിരിക്കുന്നു. ഭട്ടിയുടെ വാക്കുകൾ കേട്ട ഭഗവതിയാണ് ഇക്കുറി പൊട്ടിച്ചിരിച്ചത്. നോക്കൂ, സ്വർഗത്തിലെ ദേവതകളുടെ വരം പോലെയല്ല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിയന്ത്രിക്കുന്ന എന്റെ വരം. നിലക്ക് 2000 വർഷത്തെ ആയുസ് ഞാനിതാ നൽകിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനില്ലാതെ എനിക്ക് തന്നെ എന്തിനീ ജീവിതം? അദ്ദേഹത്തെ സേവിക്കാനാണ് ഞാൻ വരം ചോദിച്ചത്. ഭട്ടിയുടെ ബുദ്ധിശക്തിയിലും ദീർഘദൃഷ്ടിയിലും ശ്രീഭദ്ര പ്രസന്നയായി. ഭട്ടിയുടെ പ്രാർത്ഥന പോലെ വിക്രമാദിത്യന് ജീവൻ തിരികെ ലഭിച്ചു. മുറിഞ്ഞ ശിരസിനെ വിക്രമാദിത്യ ശരീരത്തിൽ ചേർത്ത് ജഗജ്ജനനി നൽകിയ തീർത്ഥം തളിച്ചപ്പോൾ ഉറക്കമുണർന്നതുപോലെ വിക്രമാദിത്യൻ എഴുന്നേറ്റുവന്നു. നടന്നതെല്ലാം ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു. ഭട്ടിയുടെ ഭക്തിയിലും അചഞ്ചല വിശ്വാസത്തിലും ബുദ്ധിശക്തിയിലും വിക്രമാദിത്യന് അഭിമാനം തോന്നി. എങ്കിലും ചെറിയൊരു ദുഃഖം. എനിക്ക് 1000 വർഷമാണ് ആയുസ്.
ഭട്ടിക്ക് 2000 വർഷവും. എന്റെ കാലം കഴിഞ്ഞും 1000 വർഷം കൂടി ഭട്ടി ജീവിച്ചിരിക്കും. ഭട്ടിയോടൊപ്പം അത്രയും നാളുകൾ കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ. വിക്രമാദിത്യൻ മെല്ലെ പറഞ്ഞു. ഭട്ടി അതിന് നല്ലൊരു പോംവഴി കണ്ടുപിടിച്ചു. 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനാണല്ലോ വിക്രമാദിത്യന് ലഭിച്ച വരം. അതിനിടയിൽ 1000 വർഷം സിംഹാസനം വെടിഞ്ഞ് വനസഞ്ചാരം ചെയ്താൽ ആകെ 2000 വർഷം ആയുസ് കിട്ടില്ലേ? വിക്രമാദിത്യൻ ആലോചിച്ചു. ഭട്ടി പറഞ്ഞത് ശരിയാണ്. 6 മാസം ഭരിക്കുക, പിന്നെ 6 മാസം വനത്തിൽ വിശ്രമിക്കുക. കാടാറുമാസം, നാടാറുമാസം. രസകരമായിരിക്കും ആ ജീവിതം. കാട്ടിലും നാട്ടിലുമായി വിക്രമാദിത്യ ചക്രവർത്തി 2000 സംവത്സരം ജീവിച്ചു. അദ്ദേഹത്തിന്റെ സാഹസിക കൃത്യങ്ങൾക്ക് കണക്കില്ല. 1ാമത്തെ പടിയിൽ നിന്ന സാലഭഞ്ജിക തന്റെ ഭാഷണം അവിടെ നിർത്തി. സാലഭഞ്ജിക പറഞ്ഞ കഥ കേട്ട് ഭോജരാജാവ് ആശ്ചര്യം കുറി. മണ്ണിനടിയിൽ പുതഞ്ഞുകിടന്ന ആ സിംഹാസനം ആരുടേതെന്നും അതിന്റെ മഹത്വമെന്തെന്നും ഭോജരാജാവിനും മനസ്സിലായി. അങ്ങനെയുള്ള മഹാനായ ഒരു രാജാവിന്റെ വിശേഷപ്പെട്ട സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള യോഗ്യത അങ്ങേക്കു ഉണ്ടോ എന്ന് നന്നായി ആലോചിക്കുക. അതിനുശേഷം പോരെ ഈ ആഘോഷം? സാലഭഞ്ജിക ചോദിച്ചു. നേരം അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. സിംഹാസനാരോഹണ ചടങ്ങ് അടുത്ത ദിവസത്തേക്കു മാറ്റിവെച്ച് ഭോജരാജൻ സന്ധ്യാവന്ദനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തന്റെ കൊട്ടാരത്തിലേക്ക് പോയി.